സ്നേഹം ദൈവഭാവം കുടുംബം ദൈവദാനം അതിലെന്നും നമ്മൾ വളരാൻ ഉള്ളിൽ നിറയണം സ്നേഹക്കൂടാരം 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 റവറൻ ഡോക്ടർ അഗസ്റ്റിൻ കല്ലേലി ബെൽജിയം ലുവീൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കുടുംബ ദൈവശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് കരസ്ഥമാക്കി 11 വർഷക്കാലം എറണാകുളം അങ്കമാലി അതിരൂപത കുടുംബ പ്രേക്ഷിത കേന്ദ്ര ഡയറക്ടർ എന്ന നിലയിൽ വ്യത്യസ്ത കുടുംബ നവീകരണ പ്രസ്ഥാനങ്ങൾക്ക് രൂപം നൽകുകയും റീലൈറ്റ് യൂട്യൂബ് ചാനലിലൂടെ കുടുംബ ബന്ധങ്ങൾക്ക് വേണ്ട പരിശീലനം നൽകുകയും ചെയ്ത അച്ഛൻ ഇപ്പോൾ മംഗലപ്പുഴ സെമിനാരി അധ്യാപകനായി ശുശ്രൂഷ ചെയ്യുന്നു. കുടുംബ ബന്ധങ്ങളുടെ കെട്ടുറപ്പ് കൂടുതൽ വ്യക്തമാക്കുന്ന സ്നേഹക്കൂടാരം ഫാമിലി ബീറ്റ്സിൽ വ്യത്യസ്ത മേഖലകളിൽ പ്രവർത്തിക്കുന്ന ദമ്പതിമാരോടൊപ്പം സ്വാഗതം ചെയ്യാം ഫാദർ അഗസ്റ്റിൻ കല്ലേലി. സ്നേഹക്കൂടാരം ഫാമിലി ബീറ്റ്സിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം. നമ്മൾ ഈ നാളുകളിൽ നടത്തുന്ന ചർച്ചകൾ സന്യാസിനികളായ മക്കളുടെ മാതാപിതാക്കളോടൊപ്പമാണ്. ഇന്നത്തെ ചർച്ചയുടെ പ്രധാനപ്പെട്ട വിഷയം ഇവരുടെ കുടുംബജീവിതം, ഈ മാതാപിതാക്കൾ നയിക്കുന്ന ജീവിതം എപ്രകാരമാണ് മക്കളുടെ സന്യാസ ജീവിതത്തെ പോഷിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഈ മാതാപിതാക്കൾക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് ചർച്ച തുടങ്ങുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടി ഒന്ന് പരിചയപ്പെടാം. പേര്? എൻ്റെ പേര് ജോയ്. ജോയ്. സ്ഥലം? അങ്കമാലിക്കടുത്ത് മൂക്കന്നൂർ. മൂക്കന്നൂർ നിന്ന് വരുന്നു. ഓക്കെ. വിജി ജോയ്. എത്ര നാളായി കല്യാണം കഴിഞ്ഞിട്ട്? 25 വർഷമായി. മക്കള്? രണ്ടുപേര്. മൂത്താള് സിസ്റ്ററായി. മൂത്താൾ സിസ്റ്ററായിട്ട് എത്ര നാളായി? 1 വർഷമായിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ നമ്മുടെ ഈ ഷോയിലേക്ക് ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം. നിങ്ങളുടെ പേര്? മാർട്ടിൻ കണ്ണമ്പുഴ. മാർട്ടിൻ. സ്ഥലം എവിടെ നിന്ന് വരുന്നു? തവളപ്പാറ. തവളപ്പാറയിൽ നിന്ന് വരുന്നു. ഓക്കെ. മക്കൾ എത്ര പേരാ? 3 പേര്. ചേച്ചിയുടെ പേര്? എൽസി മാർട്ടിൻ. എൽസി മാർട്ടിൻ. ഓക്കെ. മക്കളില് ആരാണ്? രണ്ടാമത്തെ ആള് സിസ്റ്റർ ആയിരിക്കണം. രണ്ടാമത്തെ ആളാണ് സിസ്റ്റർ ആയിരിക്കുന്നത് അല്ലേ? സന്തോഷമായിട്ട് പോകുന്നു അല്ലേ? കുഴപ്പമൊന്നുമില്ല. അപ്പൊ നിങ്ങൾക്ക് 2 പേർക്ക് നമ്മുടെ ഈ ഷോയിലേക്ക് സ്വാഗതം. നിങ്ങൾ? ടോണി. സ്ഥലം? കാഞ്ഞൂരിൽ നിന്ന് വരുന്നു. ഓക്കെ. ലിറ്റി ടോണി. ലിറ്റി. ഓക്കെ. എത്ര മക്കളുണ്ട്? 3 മക്കള്. 2 പേര് സിസ്റ്റേഴ്സ്. 2 പേര് സിസ്റ്റേഴ്സ് ആണ് അല്ലേ? എത്ര നാളായി ഒരു സിസ്റ്റേഴ്സ് ആയിട്ട്? ഒരാള് 3 വർഷം, ഒരാൾ 2 വർഷം. 2 വർഷമായിട്ടുണ്ട്. ഓക്കെ. പ്രത്യേക സ്വാഗതം നമ്മുടെ ഈ ഷോയിലേക്ക് കേട്ടോ. സ്വാഗതം. നിങ്ങളുടെ പേര്? എൻ്റെ പേര് ജോയി, മഞ്ഞപ്ര സെബിപുരം. സെബിപുരത്ത് നിന്ന് വരുന്നു. ഓക്കെ. മിനി ജോയ്. ഓക്കെ. എത്ര മക്കള്? 3 പേര്. 3 പേര്. സിസ്റ്റർ? 2 പേര് സിസ്റ്റർമാര്. 2 സിസ്റ്റേഴ്സ് ഉണ്ട് അല്ലേ? മോൻ. എത്ര നാളായി ഒരു സിസ്റ്റേഴ്സ് ആയിട്ട്? മൂത്താള് 3 വർഷം, രണ്ടാമത്തെ ആള് 1 വർഷം. 1 വർഷമായിട്ടുണ്ട്. ഓക്കെ. വളരെ സന്തോഷമാണല്ലേ? സന്തോഷം. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് നമ്മുടെ ഈ ഷോയിലേക്ക് ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം. പ്രിയമുള്ളവരെ, മക്കള് സന്യാസ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു. അതോടുകൂടി മാതാപിതാക്കളുടെ ഉത്തരവാദിത്വം കഴിയുന്നില്ലല്ലോ. സന്യാസിനിയായി ആ ഐഡൻറ്റിറ്റിയിൽ നിന്നിട്ട് മാതാപിതാക്കളും മകളും തമ്മിൽ ഒരു ബന്ധമുണ്ട്. ആ ബന്ധം എപ്രകാരം ആരോഗ്യകരമാക്കാം, അത് എങ്ങനെയുള്ളതായിരിക്കണം എന്നാണ് നമ്മൾ ഇന്ന് കാണാനായിട്ട് പോകുന്നത്. ഇവർക്ക് അതുമായി ബന്ധപ്പെട്ട് ധാരാളം കാര്യങ്ങൾ ഷെയർ ചെയ്യാനുണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. ഓക്കെ. മക്കൾ സന്യാസ ജീവിതത്തിലേക്ക് പ്രവേശിച്ചപ്പോഴും ചെറിയ ടെൻഷനൊക്കെ ഇല്ലേ? എത്ര വർഷമായി ഇപ്പൊ മകള്? 1 വർഷമായി അല്ലേ? ഈ 1 വർഷത്തിനിടയിൽ മകള് വല്ല സങ്കടമൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവൂലേ? സങ്കടങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല. അല്ലേ? എപ്പോഴും സന്തോഷം പറഞ്ഞിട്ടുള്ളൂ. സന്തോഷമാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. അപ്പൊ ഈ സന്യാസ ജീവിതത്തില് ഈ മകളെ നിങ്ങൾ എങ്ങനെയായിരിക്കും ഇനി പോഷിപ്പിക്കാനായിട്ട്, അല്ലെങ്കിൽ അതിനകത്ത് നന്നായി ജീവിക്കാനായിട്ട് നിങ്ങൾ എങ്ങനെയായിരിക്കും സഹായിക്കുക? അങ്ങനെ പറഞ്ഞാൽ ഇപ്പോഴത്തെ സന്യാസ ജീവിതത്തിൽ എന്ന് വെച്ചിട്ട് ഒട്ടേറെ വെല്ലുവിളികൾ അഭിമുഖീകരിക്കേണ്ട ഒരു സാഹചര്യമാണ്. അതെ. അപ്പോൾ അവർക്കിടെ ഈ പ്രവർത്തന മേഖലയിൽ, അതായത് ഈ കാരുണ്യ പ്രവൃത്തി ആയി കഴിഞ്ഞാലും മറ്റ് ചാരിറ്റി വർക്കുകൾ എന്തായി കഴിഞ്ഞാലും ശരി, ഒട്ടേറെ വെല്ലുവിളികളാണ് നേരിടുന്നത്. അതെ. അതിനൊക്കെ തരണം ചെയ്യാനായിട്ട് നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഞങ്ങൾ മാതാപിതാക്കൾക്ക് ചെയ്യാനുള്ളത് പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. നിങ്ങൾ പ്രാർത്ഥിക്കുക. അവർക്ക് പ്രാർത്ഥിക്കുക. അത് ചെയ്യാൻ നല്ലൊരു കാര്യമാണ് അല്ലേ? അവർക്ക് വേണ്ടി എല്ലാവരും നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി, സന്യാസം സ്വീകരിച്ച മക്കൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കും.
ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് കുടുംബ പ്രാർത്ഥനയിൽ പുരോഹിതർക്ക് വേണ്ടി പ്രത്യേക പ്രാർത്ഥന. എല്ലാ വീട്ടിലും അതില്ല, പക്ഷേ അച്ഛന്മാരുള്ള വീടുകൾ മിക്കവാറും ഉണ്ട്. കാരണം പ്രാർത്ഥന കൊണ്ട് ശക്തിപ്പെടുത്തും. അപ്പൊ നിങ്ങൾ തുടർന്നുള്ള നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ മക്കളെ പ്രാർത്ഥന കൊണ്ട് ശക്തിപ്പെടുത്താനാണ്. പിന്നെ വേറെ വിജിക്ക് എന്ത് പറയാനുണ്ടല്ലോ, വേറെ എന്തോ വഴിയുണ്ടല്ലോ? നമ്മള് എല്ലാ ദിവസത്തെ പ്രാർത്ഥനയിലും ഓരോ രഹസ്യം അവർക്ക് വേണ്ടി അത് ശരി. മാറ്റി വെച്ച് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, പ്രാർത്ഥിക്കും. പിന്നെ പിന്നെ ദിവ്യബലി അർപ്പിക്കുമ്പോൾ ആ കാഴ്ച സമർപ്പണത്തിൽ ആ കാസയോടും പിലാസയോടും ചേർത്ത് മക്കൾക്ക് പൈശാചിക ചിന്തകളും പ്രലോഭനങ്ങളിലും ഒന്നും വീഴാതെ അത് എന്നും പ്രാർത്ഥിക്കുന്നുണ്ട്. ഓക്കെ, വിശുദ്ധ കുർബാനയിൽ അവരെ ചേർത്ത് വെക്കും നിങ്ങൾ, അല്ലേ? അങ്ങനെ നിങ്ങൾ പ്രാർത്ഥന വഴി അവരെ ശക്തിപ്പെടുത്തും. അതാണ് നിങ്ങൾക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത്, അല്ലേ? ഓക്കെ, വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടോ? ഈ പ്രാർത്ഥന അല്ലാതെ വേറെ എന്തെങ്കിലും നിങ്ങളുടെ മക്കളെ പോഷിപ്പിക്കാൻ, അവരുടെ സന്യാസ ജീവിതത്തെ കുറച്ചും കൂടി ഉണർവുള്ളതാക്കി മാറ്റാൻ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത്? വീട്ടിലെ പ്രശ്നങ്ങൾ അവരോട് പറയാതിരിക്കുക, ആ, അധികമുള്ള പ്രശ്നങ്ങൾ പറയാതിരിക്കുക. അവർക്ക് എപ്പോഴും ഒരു എനർജി നമ്മൾ വീട്ടിൽ നിന്ന് കൊടുക്കുക. വീട്ടുകാര്യങ്ങൾ അധികം നമ്മൾ സംസാരിക്കാതിരിക്കുക. സംസാരിക്കേണ്ട കാര്യമില്ല. നമ്മൾ അവരെ അത്യാവശ്യ കാര്യങ്ങൾ സംസാരിക്കുക, പ്രോത്സാഹിപ്പിക്കുക. അല്ല, അത് നല്ലൊരു കാര്യമാണ്. അവരായിരിക്കുന്ന അവസ്ഥയിൽ, അവർ നിലനിൽക്കുന്ന അവസ്ഥയിൽ അവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുക. നല്ല കാര്യങ്ങൾ പറഞ്ഞ് അവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുക. അതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെ പ്രോത്സാഹിപ്പിക്കാനായിട്ട്? അതായത് അവരുടെ രക്തബന്ധം എന്ന് പറയുന്നത് നമ്മുടെ കുടുംബമാണ്. അതെ. അപ്പൊ ആ കുടുംബത്തിലുള്ള അപ്പനും അമ്മയും സഹോദരങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു പരസ്പരമുള്ള സ്നേഹവും ആ കൂട്ടായ്മയൊക്കെ കാണുമ്പോൾ തന്നെ അവർക്കൊരു നമ്മുടെ വീട്ടിൽ നമ്മൾ സ്നേഹത്തിൽ ജീവിക്കുന്നത് തന്നെ അവർക്ക് സന്യാസം ജീവിക്കാൻ നല്ലൊരു പ്രേരണയാവും. അതാണ് അവരുടെ ശക്തി. നമ്മളുടെ ബലം എന്ന് പറയുന്നത് കുടുംബത്തിന് ഒരുമിച്ചുള്ള പ്രാർത്ഥന. വേറെ ഒറ്റയ്ക്കല്ല, കുടുംബം ഒരുമിച്ച് പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കണു. അപ്പൊ അങ്ങനെയൊക്കെ പോണെന്ന് കേൾക്കുമ്പോൾ തന്നെ ഇവർക്ക് അറിയാതെ തന്നെ ഒരു അതായത് നിങ്ങൾ കുടുംബത്തിൽ നിന്നാണ് ഇങ്ങനെ സന്യാസ ജീവിതത്തിലേക്ക് അവർ വന്നത്. അപ്പം നമ്മൾ ഏത് കുടുംബത്തിൽ നിന്ന് വന്നുവോ ആ കുടുംബത്തിലുള്ള അംഗങ്ങൾ പരസ്പര സ്നേഹത്തിൽ പ്രാർത്ഥനയിൽ ദൈവവുമായിട്ട് ഐക്യപ്പെട്ട് മുൻപോട്ട് പോകുന്നത് കാണുന്നത് തന്നെ അവർക്ക് അവരുടെ സന്യാസത്തിൽ വളരാനുള്ള വലിയൊരു പ്രേരണയാണ്, അല്ലേ? പ്രേരണയാണ്. അതാണ് നിങ്ങൾക്ക് തോന്നുന്ന ഏറ്റവും നല്ലൊരു കാര്യം. പല പ്രശ്നങ്ങളും വീട്ടിലുണ്ടാവും, പക്ഷെ അതൊക്കെ അവിടെ തന്നെ സോൾവ് ചെയ്ത് മക്കളെ അത് അറിയിക്കാതെ ഇരിക്കുന്നതും കുറെയൊക്കെ അവർക്കൊക്കെ കുടുംബത്തെ കുറിച്ച് ഓർക്കുമ്പോഴൊക്കെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. വളരെ നല്ലൊരു അവരുടെ ആത്മീയ ജീവിതത്തിലും അത് വളരാൻ സാധിക്കും. നല്ല കാര്യമാണ്. മാത്രമല്ല അവർക്ക് രണ്ട് സ്ഥലത്ത് പോയിട്ട് അഭിമാനത്തോടെ പറയാനും പറ്റൂലോ, അല്ലേ? ശരിയല്ലേ? അപ്പൊ നമ്മുടെ സ്വന്തം മാതാവും പിതാവും അല്ലെങ്കിൽ സഹോദരങ്ങള് ചിലപ്പോൾ ഒരുപക്ഷെ രമ്യതയില്ലാതൊക്കെ ജീവിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ പ്രാർത്ഥനാ ജീവിതത്തിന് ഒരു തടസ്സം, പ്രാർത്ഥനാ ജീവിതത്തിനൊക്കെ വലിയൊരു തടസ്സമായിട്ട് മാറും. അപ്പൊ യഥാർത്ഥത്തിൽ ഒരു സന്യാസിയെ സംബന്ധിച്ചിടത്തോളം കുടുംബാംഗങ്ങൾ തമ്മിൽ സ്നേഹത്തിലോ ഐക്യത്തിലോ കഴിയുന്നത് വലിയൊരു അഭിമാനവും സന്തോഷവുമാണ് അവർക്ക്, അല്ലേ? അതൊരു പ്രോത്സാഹനമാണ്. പിന്നെ എന്തെങ്കിലും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് ഏറ്റവും പ്രാർത്ഥിക്കുക, അവരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വഴി പറഞ്ഞു കഴിഞ്ഞു. എല്ലാവരും തമ്മിൽ നല്ല സ്നേഹത്തിൽ ഐക്യത്തിലൊക്കെ ജീവിക്കുക. പിന്നെ അവർക്കൊരു ഇമോഷണൽ സപ്പോർട്ട് നമ്മൾ കൊടുക്കുക. ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കണം. അതെന്താണ്? ഇപ്പോ എന്റെ മൂന്നാമത്തെ അവള് തമിഴ്നാട്ടില് ട്രിച്ചിയിലാണ്. പുതിയ സാഹചര്യങ്ങളാണല്ലോ, പുതിയ ഭാഷ. അപ്പൊ അങ്ങനെ വരുമ്പോ അവർക്ക് ഒരു ഒറ്റപ്പെട്ട പ്രതീതി കിട്ടും. അപ്പോ വീട്ടിലേക്ക് വിളിക്കുന്നു, കാരണം ഫോണുണ്ടല്ലോ. അപ്പൊ നമ്മൾ സംസാരിക്കുന്നു, അപ്പൊ ഒരു സന്തോഷം. പിന്നെ ആ ഒരു ബന്ധം നിലനിർത്തുക, അപ്പനും അമ്മയൊക്കെ ആയിട്ടുള്ള ബന്ധം അവരുമായിട്ട് നിലനിർത്തണം. കാര്യം അവർക്ക് ഉള്ളിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവർ പറഞ്ഞെന്ന് വരില്ല. ഇല്ല. അപ്പോൾ നമ്മളായിട്ടുള്ള വീണ്ടും ആ അടുപ്പം വരുമ്പോൾ അവർക്കൊരു ആശ്വാസമായിരിക്കും, ഒരാശ്വാസം ഉണ്ടാവും, അല്ലേ? അതെ. അപ്പൊ നമ്മളങ്ങനെ നമ്മളുമായിട്ടൊരു ബന്ധം നിലനിർത്തുമ്പോൾ ചിലപ്പോ അതൊരു ദോഷകരമായി വരാൻ സാധ്യത. തിരിച്ച് കുടുംബജീവിതത്തിലേക്ക് വരുന്ന അത് വരില്ല, കാരണം ആ രീതിയിലുള്ള സമീപനം ആയിരിക്കണമല്ലോ നമ്മുടെ. അപ്പൊ അതിനകത്ത് എന്തൊക്കെ വേണം? നല്ലൊരു ബന്ധം ഈ മകളുമായി നിലനിർത്തണം, വേണം. വൈകാരികമായിട്ട് അടുപ്പം വേണം, അല്ലേ? നമുക്ക് നല്ലൊരു ബന്ധം വേണം, ആരോഗ്യകരമായ ബന്ധം വേണം. അതിന് നമുക്ക് എന്തൊക്കെ പാലിക്കണം? വീട്ടിലെ നമ്മൾ അവർക്കറിയേണ്ടതായ കാര്യങ്ങളെന്ന് പറയുമ്പോൾ നമ്മൾ തമ്മിലുള്ള സ്നേഹബന്ധവും കാര്യങ്ങളും വീട്ടിലെ ഇതൊക്കെ ആയിരിക്കുമല്ലോ പ്രശ്നങ്ങളും. അതെ. അപ്പോൾ അതിനകത്തെല്ലാം നമ്മൾ ആ ഒരു സെൻസറിങ്, കാരണം വെച്ച് കഴിഞ്ഞാൽ തിരിച്ചവർ വിളിക്കുന്ന രീതി അല്ലല്ലോ. കാരണം ഈ കുടുംബത്തിലെ പ്രശ്നങ്ങൾ അവരറിയേണ്ട കാര്യമില്ല, കാരണം അവർ വേറെ ജീവിതത്തിലേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അവർക്ക് ഉപകാരപ്പെടാവുന്ന രീതിയിൽ, അവരെ സപ്പോർട്ട് ചെയ്യാവുന്ന രീതിയിൽ മാത്രം അവരായിട്ട് ഇടപെടുക. അതെ. ഇപ്പം നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് ഒരാവശ്യം വരാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എന്തെങ്കിലും ഒരു അസുഖം വന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആവശ്യം വന്നപ്പോൾ നിങ്ങളുടെ മകള് നിങ്ങളുടെ കൂടെ വന്ന് നിൽക്കണമെന്ന് നിങ്ങൾക്ക് അതിയായ താല്പര്യം, നിങ്ങൾ വിളിക്കോ? ഇല്ല, വിളിക്കില്ല. എന്താ വിളിക്കാത്തത്? കാരണം വെച്ച് കഴിഞ്ഞാൽ അത് ആ ഒരു സഭയുടെ ചട്ടഗുണത്ത് ഉള്ളതല്ല. കാരണം അത് വീണ്ടും അവർ തിരിച്ച് അവർ വിട്ടുപോയ ഗൃഹസ്ഥ ജീവിതത്തിൽ നിന്ന്, ഈ കുടുംബജീവിതത്തിൽ നിന്ന് വിട്ടുപോയൊരു ജീവിതം ഉണ്ടല്ലോ, അതിനകത്തേക്ക് തിരിച്ചു വിളിയാണല്ലോ. ഈ വിവാഹത്തെ കുറിച്ച് പറയുന്ന ഒരു മനോഹരമായ കാര്യമുണ്ട്. പുരുഷൻ മാതാപിതാക്കളെ വിട്ട് സ്ത്രീയോട് ചേരും, സ്ത്രീയും മാതാപിതാക്കളെ വിട്ട് പുരുഷനോടും ചേരും. അപ്പൊ അവിടെ ഒരു ഉപേക്ഷിക്കലുണ്ട്. അപ്പൊ ശരിക്കും മക്കള് സന്യാസത്തിലേക്ക് പ്രവേശിച്ചപ്പോ മാതാപിതാക്കളെ ചെറുതായിട്ട് ഉപേക്ഷിക്കുകയും
മാതാപിതാക്കൾ മക്കളെയും ചെറുതായിട്ട് ഉപേക്ഷിക്കുന്നുണ്ട്. ഉപേക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് അല്ലേ? അതെ. അപ്പൊ ഒരു അകലം പാലിക്കുന്നതല്ലേ നല്ലത്? അകലം പാലിക്കണം, പക്ഷേ അവർക്കും മാനസികമായിട്ട് വിഷമിക്കുന്ന സമയങ്ങളുണ്ടല്ലോ. അപ്പോൾ നമ്മൾ സപ്പോർട്ട് കൊടുക്കണം. സപ്പോർട്ട് ചെയ്യാം. അകലത്തിലും ഒരു അടുപ്പം വേണം അല്ലേ? അടുപ്പം വേണം. അങ്ങനെ അകലത്തിലും അടുപ്പം പാലിക്കണമെങ്കിൽ എന്താ നമ്മൾ ചെയ്യേണ്ടത്? എന്താ നമ്മൾ പാലിക്കേണ്ടത്? എന്താ നമ്മൾ ഒബ്സർവ് ചെയ്യേണ്ടത്? ഇപ്പൊ എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ അസുഖത്തിൽ നിന്ന് നമ്മൾ സുഖമായ കാര്യം മാത്രം പറയാ, അല്ലാതെ നമ്മുടെ ആവലാതികളും ബുദ്ധിമുട്ടുകളും എല്ലാം അവരോട് പറയേണ്ട കാര്യം, ആവശ്യം. അവരുടെ ശുശ്രൂഷയ്ക്ക് തടസ്സമാകുന്ന ഒന്നും നമ്മൾ ഒന്നും വേണ്ട. ഷെയർ ചെയ്യുന്നില്ല. ഓക്കെ, പിന്നെ വേറെ എന്തായിരിക്കും പാലിക്കേണ്ടത്? പിന്നെ നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അവരുടെ മേലധികാരികളുടെ കീഴിൽ ഇവരെ നിന്നിട്ട് ഇവരെ ഏൽപ്പിച്ചേക്കണ എല്ലാ ഉത്തരവാദിത്തങ്ങളും കടമകളും ആ ഒരു ചട്ടക്കൂടിന്റെ ഉള്ളിൽ നിന്ന് അവരുടെ അങ്ങനെ എല്ലാം അപ്പൊ ആ സഭ സമൂഹത്തിൽ നിന്ന് എല്ലാ കാര്യവും ചേർന്ന് വളരാനായിട്ട് നമ്മൾ അവരെ പ്രോത്സാഹിപ്പിക്കണം അല്ലേ? അപ്പൊ ഇനി നമ്മുടെ ബന്ധത്തിൽ പാലിക്കേണ്ട കാര്യം എന്താ? അങ്ങനെ നമ്മളെപ്പോഴും തന്നെ ഫോൺ വിളി അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. സിസ്റ്ററായി കഴിയുമ്പോൾ എപ്പോഴും ഫോൺ എല്ലാ ദിവസവും വിളിക്കണം? അങ്ങനെ വിളിക്കണമെന്നില്ലല്ലോ. അങ്ങനെ അവരിപ്പോ പഠിക്കുക അങ്ങനെയൊക്കെ ചെയ്യല്ലേ. അങ്ങനെ വല്ലപ്പോഴും വിളിച്ചാൽ മതി. വല്ലപ്പോഴും വിളിച്ചാൽ മതി. ഇപ്പൊ ചിലപ്പോ ഈ ചില സന്യാസിനിമാർക്ക് തോന്നും എൻ്റെ വീട്ടിൽ എൻ്റെ അപ്പനും അമ്മയും മാത്രമല്ലേ ഉള്ളൂ, എന്താ ദിവസം ഒന്ന് വിളിച്ച് ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ് ഒന്ന് കേട്ടാലൊരു സന്തോഷം. അത് അങ്ങനെ വേണോ? അങ്ങനെ എപ്പോഴും വിളി വേണ്ട എന്നാണ് അഭിപ്രായം. അങ്ങനെ എപ്പോഴും വിളിക്കേണ്ട കാര്യമല്ല. അത് അവരുടെ സന്യാസി ജീവിതത്തിന് പറ്റിയതല്ല. അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം അത്യാവശ്യത്തിന് മാത്രം വിളിക്കാം. ശരിക്കും അവരവിടെയാണ് ഇഴുകിച്ചേർന്ന് വളരേണ്ടത് അല്ലേ? അല്ലാതെ അവിടെ ആയിരുന്നുകൊണ്ട് നമ്മളുമായിട്ട് ഇഴുകിച്ചേർന്നാലല്ലോ വളരേണ്ടത്. അപ്പൊ അതുകൊണ്ട് ഒരു അകലം പാലിക്കണം അല്ലേ? ഓക്കെ, വേറെ എന്തെങ്കിലും? അത് ആ അകലം പാലിക്കാൻ വേറെ എന്തെങ്കിലും ശ്രദ്ധിക്കണം നമ്മൾ? ഇപ്പൊ അമ്മച്ചി മകള് വളരെ സ്നേഹപൂർവ്വം വളർത്തിയതല്ലേ, ആ മകൾക്ക് ഒരു സങ്കടം ഉണ്ടായി. സങ്കടം സന്യാസ സമൂഹത്തില് എന്തെങ്കിലും ഒരു മറ്റുള്ളവരുമായിട്ടുള്ള ചിലപ്പോ തെറ്റിദ്ധരിച്ചതാകാം, എന്തെങ്കിലും വിഷമങ്ങളുണ്ടായി. ഈ മകള് വിളിച്ച് അമ്മയോട് പറയുകയാണെങ്കിൽ അമ്മ എങ്ങനെ പ്രതികരിക്കും? നമ്മള് അവരോട് അത് ക്ഷമിച്ച് അതുപോലെ തന്നെ അവരോട് സ്നേഹത്തിൽ തന്നെ പിന്നെ പെരുമാറി മുന്നോട്ട് പോകുവാനായിട്ട്. മോളെ, ഒരു ജീവിതമാകുമ്പോ ഏറ്റക്കുറച്ചിലുകളൊക്കെ കാണും. സമൂഹത്തിൽ പലരുണ്ട്, പല സാഹചര്യത്തിൽ വരുന്നവരാണ്, അവരൊക്കെ പൊരുത്തപ്പെട്ട് പോകുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു. ഇനി മോൾ ഇതൊന്നും പറഞ്ഞിട്ട് അമ്മച്ചീനെ എപ്പോഴും വിളിക്കണ്ടാട്ടോ എന്ന് പറയോ? ഇല്ലില്ല, അതേ പറയില്ല. വിളിച്ചോട്ടെ വിളിച്ചോ, ആവശ്യത്തിന് വിളിക്കാവോ. ആവശ്യത്തിന് വിളിക്കാവോ? ഈ സമൂഹത്തിൽ നടക്കുന്ന ഈ വശം മുഴുവൻ നമ്മളോട് പറയണോ? വേണ്ട. അത് കേൾക്കാൻ നമുക്ക് താല്പര്യമുണ്ടോ? ഇല്ല, ഞങ്ങളുടെ മോള് പറയാറില്ല. അല്ല, പറയാറില്ല. അത് പറഞ്ഞാൽ തന്നെ നമുക്ക് എന്റർടൈൻ ചെയ്യണോ? പ്രോത്സാഹിപ്പിക്കണോ? വേണ്ടല്ലോ. അല്ല അല്ലേ? ശരിയല്ലേ? ഇപ്പൊ ചിലര് പറയേ, ചിലപ്പോ ചിലര് പറഞ്ഞു പോകാം, അത് ഞാൻ അന്നേ പറഞ്ഞാലേ നിന്നോട് പോണ്ടാന്ന്. ഇല്ല, അത് ഞങ്ങൾ പറയില്ല. ഇനി അങ്ങനെ പറയില്ല അല്ലേ? അവരായിരിക്കുന്ന അവസ്ഥയിൽ വളർത്തിക്കൊണ്ട് വരും അല്ലെ? അവരുമായിട്ട് ഇഴുകി ചേർന്ന് പോകാൻ നമ്മൾ അവരെ പതുക്കെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, അങ്ങനെ ഒരു അകലം പാലിക്കും. എന്തെങ്കിലും പ്രത്യേകിച്ച് മേലധികാരികളുടെ നിയമങ്ങളും ചട്ടക്കൂടുകളും അനുസരിച്ച് തന്നെ ഇഴുകി ചേർന്ന് മുമ്പോട്ട് പോകാൻ. അതായത് മേലധികാരികളും മകളും തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റ് വന്നു കഴിഞ്ഞാല് നിങ്ങൾ ആരുടെ കൂടെ നിൽക്കും? ഞങ്ങൾ മേലധികാരികളുടെ കൂടെ നിൽക്കും. നിങ്ങൾ മേലധികാരികളുടെ കൂടെ നിൽക്കും. ആ സമൂഹത്തിന്റെ ചൈതന്യത്തിൽ ചേർന്ന് നിൽക്കും അല്ലേ? ഓക്കെ, വെരി ഗുഡ്, കൊള്ളാം, നന്നായിരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഇപ്പൊ ജോയി ചേട്ടന് വിജി ഭാര്യയായിട്ടുണ്ട് അല്ലേ? ഒരു പങ്കാളിയായിട്ടുണ്ട്. നിങ്ങളുടെ മകൾക്ക് ഒരു പങ്കാളിയായിട്ട് ആരാ ഉള്ളത്? യേശു ക്രിസ്തുവാണ്. ക്രിസ്തുവിന്റെ മണവാട്ടിയാണല്ലോ. ക്രിസ്തുവിൽ തന്നെയാണ് ആശ്രയം. നിങ്ങളുടെ അഭിപ്രായം അത് തന്നെയാണ്? ഒരു പങ്കാളിയുടെ റോൾ എന്താ? ആശ്വസിപ്പിക്കുക, ധൈര്യപ്പെടുത്തുക, കൂടെ നിൽക്കുക, കേൾക്കുക, സംസാരിക്കുക, അങ്ങനെ കുറേയേറെ കാര്യങ്ങളില്ലേ? അപ്പൊ നിങ്ങൾ കരുതുന്നത് നിങ്ങളുടെ മകളുടെ പങ്കാളി സാക്ഷാൽ യേശു ക്രിസ്തു അങ്ങനെയാണോ? അതെയോ? അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ അവരുടെ സമൂഹമോ? അപ്പൊ സമൂഹമായുള്ള അവരുടെ ബന്ധത്തെ നിങ്ങൾ എങ്ങനെ കാണുന്നത്? സമൂഹം പറയണതെല്ലാം അവർ കേൾക്കേണ്ട ആവശ്യമില്ല. ഇല്ല, സഭാധികാരി പറയുന്നത് കേൾക്കേണ്ട വരും. അപ്പതോ അവരൊരു സന്യാസ ജീവിതത്തിലേക്ക് വന്നത് ഒരു സമൂഹത്തിലല്ലേ? അല്ലേ? ശരിയല്ലേ? നിങ്ങൾ ഭാര്യ ഭർത്തൃ ബന്ധത്തിലേക്ക് വന്നു, അതൊരു സമൂഹമാണ്. അതുപോലെ തന്നെ അവര് സന്യാസം സ്വീകരിച്ച ഒരു സമൂഹത്തിന്റെ ഭാഗമായി, ഒറ്റയ്ക്കല്ല അല്ലെ? ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമല്ലേ? ശരിക്കും അവർ ആ കമ്മ്യൂണിറ്റിയോട് ചേർന്ന് പരസ്പര പങ്കാളിത്തത്തിലൂടെ ക്രിസ്തുവിലേക്ക് വളരുന്ന ഒരു അനുഭവം അല്ലേ സന്യാസം? അല്ലേ? അപ്പൊ നിങ്ങളുടെ മക്കൾക്ക് ശരിക്കും പങ്കാളിയായിട്ട് ഒരു സമൂഹം ഇല്ലേ? ഉണ്ടല്ലോ. അപ്പൊ അവര് തമ്മിലുള്ള ബന്ധത്തെ നിങ്ങൾ പോഷിപ്പിക്കണ്ടേ? അതിന് നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളുടെ സിസ്റ്റർ മാത്രമായിട്ടല്ല, ആ സിസ്റ്റർ നിൽക്കുന്ന സമൂഹവുമായിട്ടും ഒരു ബന്ധം നിങ്ങൾക്ക് വേണ്ടേ? അപ്പോഴല്ലേ നിങ്ങളുടെ മകള് വളരുള്ളൂ. ഓക്കെ, നിങ്ങളുടെ സമൂഹവുമായിട്ട്, അതായത് നിങ്ങളുടെ മകള് ഏത് സമൂഹത്തിലാണോ ആ നിൽക്കുന്നത്, ആ സമൂഹവുമായിട്ട് നിങ്ങൾ ഒരു ബന്ധം പുലർത്തിയെടുക്കും അല്ലെ? വളർത്തിയെടുക്കും. അതൊരു പ്രധാനപ്പെട്ട കാര്യമല്ലേ? നിങ്ങൾ ഇവരെ കാണാനായിട്ട് പോകുമ്പോൾ സമൂഹാംഗങ്ങൾ മുഴുവനല്ലേ കാണുന്നത്? ഇപ്പൊ നിങ്ങൾ നോക്കിയേ, ഒരു മകളെ കെട്ടിച്ചു വിട്ട മകളോട് മാത്രം സംസാരിക്കും, ഭർത്താവിനോട് സംസാരിക്കാതിരുന്നാൽ എന്താ അവസ്ഥയായിരിക്കും? അല്ലല്ലോ, അല്ലേ? ശരിയല്ലേ? അപ്പൊ നിങ്ങളുടെ മകൾ ഒരു സന്യാസ സമൂഹത്തിലേക്കാണ് പ്രവേശിച്ചല്ലേ?
അപ്പം ആ സന്യാസ സമൂഹവുമായിട്ട് നല്ലൊരു ബന്ധം നിങ്ങൾ സ്ഥാപിക്കുന്നതല്ലേ മകളുടെ സന്യാസ ജീവിതത്തിൽ വളരാൻ ആളെ സഹായിക്കുന്നത് അല്ലേ? അതിനുവേണ്ടി എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ എന്തെങ്കിലും ചെയ്യാറുണ്ടോ? ഇപ്പോൾ കഴിഞ്ഞ 1 വർഷം 2 വർഷമൊക്കെ ആയിട്ട് മകള് മഠത്തിലാണല്ലോ. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ആ സമൂഹവുമായിട്ടൊരു ബന്ധം വളർത്തുന്നത്? നമ്മൾ കുർബാനയിൽ ഭക്തിപൂർവ്വം പങ്കെടുത്ത് ഈശോയോട് പറയും. അവൾക്ക് വേണ്ട ധൈര്യവും അത് അവൾക്ക് വേണ്ടത് സമൂഹം. യെസ് ടോണി. മഠത്തിൽ ചെല്ലുമ്പോ മദർ പ്രൊവിൻഷ്യല് അവരുടെ ആ പ്രവർത്തകർ അങ്ങനെയുള്ളവരായിട്ട് സംസാരിക്കുക കുറെ നേരം. വല്ലപ്പോഴും നമ്മൾ ചെല്ലുന്നുള്ളൂ. അതെ. പിന്നെ എന്തെങ്കിലും ഗിഫ്റ്റ് ഒക്കെ ആയിട്ട് എല്ലാവർക്കും വേണ്ടിയിട്ടൊക്കെ ചെല്ലാം. ഓക്കെ. അതായത് അവരെ ഇടയ്ക്കൊക്കെ ഒന്ന് സന്ദർശിക്കുന്നത് മകളെ മാത്രമല്ല, മൊത്തം ആ സമൂഹത്തെ മൊത്തം അല്ലെ? ഒരു സന്യാസ സമൂഹം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ 10, 20 അല്ലെങ്കിൽ ചിലപ്പോൾ ചെറുപ്പം ഒക്കെ ആൾക്കാരുണ്ടാവും. ഒരുപാട്. അതെ. അപ്പൊ അവിടുത്തെ മദറുമായിട്ട് നമുക്കൊരു, കാരണം അവരുടെ സമൂഹത്തിന്റെ പ്രതിനിധിയാണ് അവിടുത്തെ സുപ്പീരിയർ അല്ലെങ്കിൽ മദർ എന്ന് പറയുന്ന ഒരാള്. അപ്പൊ അവരുമായിട്ടുള്ള ഒരു ഊഷ്മളമായ ബന്ധം നിലനിർത്തുക. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ കുടുംബത്തിന്റെ ഭാഗമായി തന്നെ ഒരു സന്യാസ സമൂഹം മാറാണല്ലേ? ഓക്കെ. പിന്നെ അവർക്ക് ഇടയ്ക്ക് എന്തെങ്കിലും എന്താ ഞാൻ കണ്ടിട്ടുണ്ട് ചിലരൊക്കെ ഏതാ മാങ്ങ അങ്ങനെയുള്ള മാങ്ങ വീട്ടിൽ മാങ്ങ ഉണ്ടെങ്കിൽ മാങ്ങ കൊണ്ടുപോയി കൊടുക്കും അല്ലേ? അവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് കിട്ടും. അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്ന പോലെയുള്ള ഒരു ശരിക്കും ഒരു മകളെ കെട്ടിച്ചു വിട്ടാൽ ആ കുടുംബവുമായിട്ട് നമ്മൾ പുലർത്തുന്ന പോലെ തന്നെയുള്ള ഒരു ബന്ധം ഈ സമൂഹവുമായിട്ട് നമ്മൾ രൂപപ്പെടുത്തിയെടുക്കുകയാണ് അല്ലെ? എന്താണ് പറയാൻ വന്നത്? അപ്പം ഞങ്ങളുടെ മൂത്ത മകള് സിസ്റ്ററായിട്ട് 3 വർഷമായി. അപ്പോൾ ഇപ്പം അന്ന് തുടങ്ങി ഒരു ചെറിയ കാര്യം ഉണ്ടെങ്കിൽ പോലും വീട്ടിൽ ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണെങ്കിൽ അത് മോളോട് പറയും. മോളപ്പം തന്നെ അത് മദറോട് പറയും. അല്ലെങ്കിൽ ഏത് കാലഘട്ടത്തിലാണ് നിൽക്കണം ആ സിസ്റ്റേഴ്സിനോട് പറഞ്ഞ് അവരുടെയും കൂടി ഒരു അഭിപ്രായം ചോദിച്ച് ഞങ്ങൾ ഒരുമിച്ചാണ് എല്ലാ കാര്യങ്ങളും. ഒരു തിരുത്തൽ വേണ്ടെങ്കിൽ അത് മദറാണെങ്കിൽ തിരുത്തി തരും. ഇങ്ങനെ ചെയ്താൽ മതി. ഞാൻ ഇങ്ങനെ പറയും മോളോട് ഇങ്ങനെ ചോദിക്കുക. അപ്പൊ അങ്ങനെ അവരെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകണം. കാരണം ഞങ്ങൾക്ക് ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ കയറി ചെല്ലാവുന്നത് മഠം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് വലിയ സന്തോഷമുള്ള കാര്യം. ഞങ്ങൾ എപ്പോഴും പറയാനുള്ള കാര്യം. കാരണം 2 പെൺമക്കളാ കെട്ടിച്ച് വിട്ടിട്ട് ഞങ്ങൾക്ക് ചെല്ലാൻ വേറെ ഒരു സ്ഥലമില്ല. അപ്പോൾ ആ മഠം എന്ന് പറയുന്നത് ഒരു കുടുംബം പോലെ ഞങ്ങൾ കാണണേ. വീട്ടിലേക്ക് ചെല്ലണം ഞങ്ങൾ പറയാറുണ്ട്. സിസ്റ്റേഴ്സിനോട് പറയാം എന്റെ മരുമകന്റെ വീട്ടിൽ ഞങ്ങൾ ഒരു ദിവസം അവിടെ താമസിപ്പിച്ചു. ഒരു 3 ദിവസത്തെ ധ്യാനം കൂടിയിട്ട് ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ശരിക്കും ഞങ്ങൾ ആദ്യമായിട്ട് അങ്ങനെ ഉണ്ടായിരുന്നേ. അപ്പൊ ചൗരമഠത്തില് താമസിച്ച് ഞങ്ങള് നല്ലൊരു ധ്യാനമൊക്കെ കൂടി ക്ലാസ് ആയിരുന്നു ഫാമിലി. നല്ല അനുഭവം. കാരണം അവിടെ താമസിച്ച് ഞങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്ന് ചെന്നപ്പോൾ തൊട്ട് എങ്ങനെയാണോ ഒരു കുടുംബത്തിൽ നമ്മളെ സ്വീകരിക്കണേ, ഒരു കെട്ടിച്ചു വിട്ടിട്ട് ഒരു മകളെ എങ്ങനെയാണോ ബന്ധു വീട്ടുകാരെ സ്വീകരിക്കണ പോലെ അതിനേക്കാളുപരി അവരുടെ സ്നേഹവും കരുതലൊക്കെ അതൊക്കെ എന്തോരം പറഞ്ഞാലും മനസ്സിലാവില്ല, അത് അനുഭവിച്ചാലും മനസ്സിലാവുള്ളൂ ആ ഒരു സ്നേഹം അവരുടെ. അപ്പൊ മറ്റുള്ളവരായിരിക്കും മഠത്തിലേക്ക് വിട്ട പിന്നെ നമുക്ക് പിന്നെ അവരായിട്ടൊരു ബന്ധമില്ലാന്ന്. പക്ഷെ അങ്ങനെയല്ല, എന്ത് ചെറിയ കാര്യമാണെങ്കിലും അവരും കൂടിയും ചേർന്ന് വരാൻ പറ്റുന്ന സാഹചര്യമാണെങ്കിൽ അവർ വരും നമ്മുടെ വീട്ടിലേക്ക്. എങ്ങനെയായാലും ഒരു കുടുംബം പോലെ ഞങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അതെ അല്ലേ? ഓക്കെ. ശരിക്കും പറഞ്ഞാൽ നിങ്ങളൊരു മഠത്തിൽ പോയിട്ട് നിങ്ങളുടെ മക്കളുള്ള ഒരു മഠത്തിൽ പോയിട്ട് താമസിച്ച് അങ്ങനെ ഒരു ബന്ധം, അത് വളരെ നല്ലൊരു ഊഷ്മളമായ ബന്ധമാണല്ലേ? അതിങ്ങനെ ഓരോ കാറ്റഗറിയിലുള്ളവർക്ക് അങ്ങനെ ഇനിയും ചെയ്യണമെന്നൊരു തീരുമാനം പലരും പറഞ്ഞു. എനിക്ക് ഇത് കേട്ടപ്പോഴേ എൻ്റെ മനസ്സിലേക്ക് വരുന്ന മറ്റൊരു കാര്യം എന്ന് പറയുമോ, ശരിക്കും ഈ സന്യാസം എന്ന് പറഞ്ഞാൽ സമ്പൂർണമായി വിന്യസിക്കുന്ന അനുഭവമാണ്, മുഴുവനുമായിട്ട് കൊടുക്കാണ്. അപ്പം ശരിക്കും മാതാപിതാക്കളുമായിട്ട് അധികം ബന്ധം ഇല്ലാത്തതല്ലേ നല്ലത്? സമ്പൂർണ്ണ സമർപ്പണം. നിങ്ങൾക്കറിയാമോ, പണ്ടൊക്കെ സന്യാസ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അപ്പൻ മരിച്ചാൽ പോലും വരാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അച്ഛാ, അതിന്റെ പേടിയാണ് ഇപ്പൊ പലർക്കും ഉള്ളത്. അതിന്റെ സമൂഹം, അതായത് എൻ്റെ മോളെ സന്യസ്ത ജീവിതത്തിലേക്ക് വിട്ടു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഇങ്ങോട്ട് കിട്ടില്ല, എൻ്റെ വീട്ടിലൊരു ആവശ്യത്തിന് അവള് വരില്ല എന്നുള്ളൊരു തോന്നൽ സമൂഹത്തിന് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എന്നോട് പറഞ്ഞിട്ടുണ്ട് പല ആൾക്കാരും. പക്ഷെ പരിപാടിക്ക് വരണ്ട, പക്ഷെ എന്നാലും നമ്മുടെ ആവശ്യങ്ങളൊക്കെ ചിലപ്പോൾ വിളിച്ചാൽ അവളൊന്നല്ല, എൻ്റെ മോളെന്നല്ല, സിസ്റ്ററൊന്നല്ല, അല്ലെങ്കിൽ അവരുടെ സമൂഹത്തിൽ ആരെങ്കിലും 1-2 ആളെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ വീട്ടിൽ വന്നുകൊണ്ടിരിക്കും. അപ്പൊ അവരായിട്ട് നമുക്കൊരു ബന്ധം ഉണ്ടാവും. അല്ലാതെ അവരെ നമ്മൾ പുറത്ത് കടത്തി വിടുന്നതല്ല, അവരായിട്ടൊരു ബന്ധം എപ്പോഴും നമുക്ക് ഉണ്ടായിരിക്കും. ഞാൻ ഇന്ന് ഒരു സിസ്റ്ററിന്റെ അപ്പച്ചൻ മരിച്ചിട്ട് ഇന്ന് രാവിലെ ഞാൻ അവിടെ പോയി ഒരു ഓഫീസ് പാടിയിട്ടാണ് ഈ നമ്മുടെ ഈ പ്രോഗ്രാമിന് വന്നത്. ഒരച്ഛൻ്റെ അപ്പനും കൂടിയാണ് മരിച്ചത്, 2 പേരുണ്ട്. അവിടെ ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, ഒരു സമൂഹമാണ്. എന്ത് സമൂഹം? ഈ സിസ്റ്ററിൻ്റെ സന്യാസ സമൂഹത്തിൽപ്പെട്ട 100 കണക്കിന് സിസ്റ്റേഴ്സാണ് അവിടെ നിരന്ന് നിൽക്കണത്. അതുപോലെ അച്ഛൻ്റെയും കൂട്ടുകാരായുള്ള കുറേ അച്ഛന്മാരിങ്ങനെയൊക്കെ വന്ന് അങ്ങനെ ഒരു സമൂഹവുമായിട്ട് ഈ കുടുംബം ഒരു ബന്ധം വെക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു ബന്ധം നല്ലതാണെന്നാണ് നിങ്ങളുടെ അഭിപ്രായം അല്ലേ?
അല്ലെ? ഒരു നമ്മൾ പണ്ട് ഇങ്ങനെ എന്താ പറയുക, വിരക്തി എന്ന് പറയും. വിരക്തി എന്ന് പറഞ്ഞാൽ എന്താ, അങ്ങനെ കുടുംബജീവൻ നയിക്കുന്ന മാതാപിതാക്കളാണെങ്കിൽ പോലും അവരുമായിട്ട് ഒരു ബന്ധമില്ലാതെ സന്യാസ ജീവൻ നയിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു ആരോഗ്യകരമായ ബന്ധം. ഒരു അകലമുണ്ട്, അകലത്തിൽ ഒരു അടുപ്പം പാലിക്കുന്നതാണ് നല്ലത്. നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടല്ലേ? അതാണ് ശരി. അതിന്റെ ഗുണം എന്താ? സമൂഹം ആയിട്ട് നല്ലൊരു കണക്ഷൻ ഉണ്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സമൂഹത്തിലെ ആളുകളെ കണ്ട് സംസാരിക്കുകയും അവരുടെ ക്ഷേമങ്ങളെ അന്വേഷിക്കുകയും എല്ലാ കാര്യങ്ങളിലും ഇപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സന്യാസിമാര് ഇപ്പോ എന്റെ വീടിന്റെ അടുത്താണ് മറ്റേ CMC മഠം. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ സിസ്റ്റേഴ്സ് അതിലെ എന്റെ പഠിക്കവിടെ പോയി കഴിഞ്ഞാല് ഇത് ഗ്രീറ്റിയുടെ വീടല്ലേ എന്ന് പറഞ്ഞിട്ട് ഒന്ന് കയറും. അപ്പൊ അവിടെയുള്ള ആരെങ്കിലൊക്കെ അവിടെ അയൽവാസികൾ ഉണ്ടെങ്കിൽ അവരും വീട്ടിലേക്ക് വരും. എന്താ സിസ്റ്റർ വന്നേ? അപ്പൊ ഇന്ന കാര്യത്തിന് വന്നതാണ്. അപ്പൊ ഇപ്പൊ പലരും പറയും സിസ്റ്റർമാർ അവിടെ വന്നു കഴിഞ്ഞാൽ ജോയിയുടെ വീട്ടിൽ കയറിയിട്ടാ പോകും. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് സമൂഹമായിട്ട് നല്ലൊരു ബന്ധം. അല്ല, അങ്ങനെ ഒരു ബന്ധം വെക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്താ? ഗുണം മീൻസ് ഇപ്പൊ ഈ മകൾക്ക് അല്ലെങ്കിൽ ഈ സന്യാസ സമൂഹത്തിന് എന്താ ഗുണം? ഇപ്പൊ മാതാപിതാക്കളുമായിട്ട്, അതായത് സിസ്റ്റേഴ്സിന്റെ മാതാപിതാക്കളുമായിട്ട് സമൂഹപരമായി തന്നെ നല്ല ബന്ധം, അതിനുള്ള ഗുണം എന്താ? ശരിക്കും വിരക്തിയാണോ അതോ ഇതുപോലൊരു നല്ല ബന്ധമാണോ നല്ലതെന്ന് നിങ്ങൾ ചോദിച്ചപ്പോൾ നല്ലതാണെന്ന് നിങ്ങൾ പറഞ്ഞത്. മറ്റു കുട്ടികൾക്ക് മഠത്തിൽ ചേരാനുള്ള പ്രചോദനമാകും, മറ്റുള്ളവർക്ക് പ്രചോദനമാകും സന്യാസ സഭയിൽ ചേരാനായിട്ട്. വേറെ എന്തെങ്കിലും ഉണ്ടോ? ഞാൻ ഈ പ്രോഗ്രാം ചെയ്യുന്നതിനേക്കാൾ മുമ്പായിട്ട് നിങ്ങളുടെ മക്കളെ ഞാൻ വിളിച്ചേർന്നു. നിങ്ങളുടെ സന്യാസിനികളായ മക്കളുമായിട്ട് ഞാൻ ഫോണിൽ സംസാരിച്ചിരുന്നു. അപ്പം ഞാൻ അവരോട് ഇതുപോലൊരു ചോദ്യം ചോദിച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞൊരു ഉത്തരവുണ്ട്. ആ ഉത്തരത്തിൻ്റെ ഒരു ക്ലൂ ഞാൻ തരാം. അതായത് അവർ നിങ്ങളെ വിളിക്കുമ്പോണ്ടല്ലോ, അവർക്ക് സന്യാസം ജീവിക്കാനായിട്ട് എന്തെന്നില്ലാത്തൊരു എനർജിയാണ്. അതെങ്ങനെ നിങ്ങൾ കൊടുക്കണേ? നിങ്ങളെ ഫോണിൽ വിളിച്ചേ സംസാരിക്കുമ്പോഴൊക്കെ ഒരു എനർജിയാണ്. അതെങ്ങനെ നിങ്ങൾ കൊടുക്കണത് അഭിജി? ഞങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് ആളോട് സംസാരിക്കുമ്പോൾ ഹാപ്പിയായി സംസാരിക്കുന്നു. പിന്നെ അവർ പറഞ്ഞ വേറെ സാധനം ഉണ്ട്, അത് പറഞ്ഞു. അതായത് അവരുടെ സന്യാസം, അവർ നടത്തിയ സമർപ്പണം, നല്ല തീക്ഷ്ണതയോടെ ജീവിക്കാനായിട്ട് എന്തോ ഒന്ന് നിങ്ങൾ കൊടുക്കുന്നുണ്ട്. അതെന്താണ്? പ്രോത്സാഹനം കൊടുക്കുന്നുണ്ട് ഞങ്ങൾ. പ്രോത്സാഹനം ഉണ്ട്. അത് എങ്ങനെയാന്നുള്ളതാണ്. എങ്ങനെയാന്ന് പ്രോത്സാഹനം ഉണ്ട്. നേരത്തെ പറഞ്ഞു നമ്മൾ ഒരു പറഞ്ഞ കാര്യം എന്താണെന്നറിയാമോ? ഞാൻ വീട്ടിലേക്ക് വിളിക്കുമ്പോഴേ എൻ്റെ അമ്മ എന്നോട് സുവിശേഷം പറയുന്നു. ഇല്ലേ? നിങ്ങൾ വിളിക്കുമ്പോൾ അങ്ങനെ പറയാറില്ലേ? അത് ഈ ദൈവികമായ കാര്യങ്ങൾ നിങ്ങൾ അങ്ങോട്ട് സംസാരിക്കുന്നു. അപ്പോൾ ഏത് ശുശ്രൂഷയ്ക്കാണോ പോയത് അവർക്കത് വീണ്ടും ചെയ്യാനുള്ളൊരു പ്രേരണ വന്നുകൊണ്ടിരിക്കുകയല്ലേ? ശരിയല്ലേ? മാത്രമല്ല, നിങ്ങൾ രണ്ടുപേരും കൂടി ഈ വിവാഹ ജീവിതത്തിലൂടെ തുടർന്നും നന്മ ചെയ്ത് ക്രിസ്തുവിൻ്റെ സുവിശേഷം പ്രഘോഷിക്കുന്നത് കാണുമ്പോൾ മക്കൾക്ക് വീണ്ടും വീണ്ടും അല്ലേ? അപ്പം ശരിക്കും പറഞ്ഞ വിരക്തിയേക്കാൾ നല്ലത് മാതാപിതാക്കളും ഈ സന്യാസിനിയായ മകളും അവരുടെ സമൂഹവും തമ്മിൽ ഒരു ഊഷ്മളമായ ബന്ധമാണല്ലേ? യെസ്. അങ്ങനെ നിങ്ങൾക്ക് മകള് സന്യാസിനി ആയാലും വീണ്ടും പോഷിപ്പിക്കാനുള്ള ഏറെ വഴികളുണ്ട്. നന്നായിട്ട് പ്രാർത്ഥിക്കാം അല്ലേ? നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കാം, ആരോഗ്യകരമായ ബന്ധം നിലനിർത്താം. അങ്ങനെ ഒരു ബന്ധം ഉണ്ടെങ്കിൽ ഇമോഷണലി നമുക്ക് അവരെ സപ്പോർട്ട് ചെയ്യാം അല്ലേ? ചിലപ്പോൾ മനുഷ്യനാണ്, ചിലപ്പോൾ സങ്കടങ്ങളായ ചില മേഖലകളൊക്കെ ഉണ്ടാവും. പക്ഷെ അവരൊക്കെ നമുക്ക് ധൈര്യപ്പെടുത്തി കൊടുക്കാനായിട്ട് സാധിക്കും. ചില വെല്ലുവിളികൾ കഴിഞ്ഞ് വരുമ്പോൾ ചിലപ്പോൾ മനസ്സിനല്ലേ, അപ്പോൾ അവർക്ക് ദൈവികമായ രീതിയിൽ തന്നെ അവരെ നയിക്കാനായിട്ട് സാധിക്കും. ശരിയല്ലേ? വേറെ എന്തെങ്കിലും ഉണ്ടോ? അവരായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ ഇനിയിപ്പോൾ അവരോട് പറയാൻ പറ്റാത്ത കാര്യമാണെങ്കിൽ അവരോട് മദറോട് പറയുകയാണെങ്കിൽ മദർ അത് അവിടെ ആരെങ്കിലേക്കും ഷെയർ ചെയ്ത് അതിനകത്ത് നല്ലൊരു ഉത്തരം നമുക്ക് കിട്ടും. അതൊരു നമുക്ക് നല്ലൊരു പ്രോത്സാഹനമാണ് നമ്മളെ സംബന്ധിച്ച്. അപ്പോൾ സന്യാസം സ്വീകരിച്ച മക്കളുമായിട്ട് നല്ല ബന്ധം പുലർത്തുന്നത് നമുക്കും നല്ലതാണ്, അവർക്കും നല്ലതാണ്. പ്രിയമുള്ള പ്രേക്ഷകരെ, നമ്മുടെ ഈ മാതാപിതാക്കൾ പറഞ്ഞതുപോലെ തന്നെ സന്യാസ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ആ മക്കളെ പോഷിപ്പിക്കാൻ ഇവർക്ക് നന്നായിട്ട് സാധിക്കും. ഇവരുടെ ഐക്യത്തിൻ്റെ ജീവിതം, ക്രിസ്തുവിലുള്ള സുവിശേഷ മൂല്യങ്ങളിൽ അടിസ്ഥാനമിട്ട ഒരു ജീവിതം, അതോടൊപ്പം തന്നെ ഇവരുടെ പ്രാർത്ഥന, അതുകൂടാതെ ഇവർ നൽകുന്ന പ്രോത്സാഹനം, ഇവരുമായിട്ടുള്ള ഒരു ആരോഗ്യകരമായ അകലം, അതോടൊപ്പം തന്നെ ഒരു അടുപ്പം, ഇങ്ങനെ പല വഴികളിലൂടെ ഈ സന്യാസ ജീവിതത്തെ പോഷിപ്പിക്കാനായിട്ട് സാധിക്കും. അതുവഴി ഇവരും പോഷിപ്പിക്കപ്പെടും. യഥാർത്ഥത്തിൽ സന്യാസ ജീവിതത്തിലേക്ക് നല്ല ബന്ധങ്ങളുമായിട്ടാണ് ഈ കുടുംബങ്ങൾ കടന്നു വരുന്നത്. അത് അവരുടെ സുവിശേഷ മൂല്യത്തെ, സമർപ്പിത മൂല്യത്തെ വളർത്തുന്നതാണ് നമ്മൾ കാണുന്നത്. നമ്മുടെ ജീവിതത്തെ ഏറ്റവും അധികം മൂല്യമുള്ളതായി കാണുന്നത് ഇപ്രകാരം പരസ്പരം ആരോഗ്യകരമായ ബന്ധത്തിലൂടെ വളർത്തുമ്പോഴാണ്. നമ്മുടെ കുടുംബങ്ങളിൽ നല്ല ബന്ധങ്ങൾ വളർത്തിയെടുക്കാം. ബന്ധങ്ങൾ ശക്തിപ്പെട്ട് നമ്മുടെ കുടുംബങ്ങളെല്ലാം ക്രിസ്തുവിൻ്റെ സുവിശേഷം പ്രഘോഷിക്കുന്ന ഇടങ്ങളായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ഇവരുമായിട്ട് ഒരു എപ്പിസോഡ് കൂടി ബാക്കിയുണ്ട്. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഉള്ള കഴിവിനെ പരമാവധി വളർത്തിയെടുക്കാനായിട്ട് അസിസ്റ്റേഴ്സ് ശ്രമിച്ചിട്ടുണ്ട്. ഒരു കൊച്ചു കഴിവുള്ളെങ്കിൽ പോലും എത്രത്തോളം അവരെ ഉയർത്തി കൊണ്ടുവരാൻ പറ്റുമോ
അത് അവർ ചെയ്തിട്ടുണ്ട് അവരുടെ ഭാഗത്ത്. അപ്പോൾ ഒരു പക്ഷെ ഞങ്ങളുടെ ഭാഗത്തു നിന്നാണെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ ഉണ്ടായി കാണുന്നില്ലായിരിക്കും. ശരിയാ. ഇപ്പൊ നമ്മൾ എത്ര നമ്മൾ ഏകാന്തരായിട്ട് പ്രാർത്ഥിച്ചാൽ ചിലപ്പോൾ നമ്മൾക്ക് ആ പ്രാർത്ഥനയുടെ ശക്തി കിട്ടണമെന്നില്ല. മറ്റുള്ള ഈ സന്യാസിമാരോ അല്ലെങ്കിൽ മറ്റുള്ളവരോ അവരുടെ പ്രാർത്ഥനയും നമ്മുടെ പ്രാർത്ഥനയോട് കൂടി വരുമ്പോഴാണ് നമുക്ക് അതിന്റെ ഒരു അനുഭവം നമുക്ക് കിട്ടും. എനിക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഞാൻ മോളോടെല്ലാം മദറിനോട് വിളിച്ചു മാറാം ഇങ്ങനെ സംഭവം ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം ഞാൻ ആ കാര്യങ്ങൾ പരിഹരിച്ചിരിക്കും. ശരിയാ. അത്രയ്ക്ക് പ്രാർത്ഥന ചൈതന്യമുള്ള രീതിയിലാണ് ഞങ്ങൾ പോകുന്നത്. അതേമാതിരി തന്നെ കുടുംബം പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതായത് ഒരു കുടുംബത്തിൽ നിന്ന് ഒരു അച്ഛനോ കന്യാസ്ത്രീയോ ഉണ്ടെങ്കിൽ ആ കുടുംബം രക്ഷപ്പെടും, ആ കുടുംബം രക്ഷ പ്രാപിക്കും. സ്നേഹക്കൂടാരം